നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ അത് ആരും ഡയഗ്നോസ്ഡ് ആയിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ നല്ലൊരു എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ NPD സീരീസിൽ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ വിക്ടിംസ് പാലിക്കാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ അവർ വിക്ടിം ഹുഡിലേക്ക് വീണു പോകുന്നതായ കുറച്ച് കാര്യങ്ങളാണ്. അതായത് ദ ബ്ലൈൻഡ് എലമെന്റ്സ് ദാറ്റ് യു നീഡ് ടു അവോയ്ഡ് ഓർ എലിമിനേറ്റ് ഫ്രം യുവർ ലൈഫ്. ഈ ബ്ലൈൻഡ് എലമെന്റ്സ് നിങ്ങൾ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്തേ പറ്റൂ, എലിമിനേറ്റ് ചെയ്തേ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പോലും നമുക്ക് ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നാർസിസിന്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ വിക്ടിംസിന് നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ഈ ബ്ലൈൻഡ് എലമെന്റ്സ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ. അതിൽ ഒന്നാമത്തെ ബ്ലൈൻഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ട്രസ്റ്റ് ആണ്. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് യാതൊരു രീതിയിലുള്ള ട്രസ്റ്റ് വർത്തിനെസ് ചെക്ക് ചെയ്യാതെ നമ്മൾ അവരെ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പണി കിട്ടും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രസ്റ്റിന് അർഹരായിട്ടുള്ളവരല്ല. അവർ കള്ളത്തരങ്ങളും മാനിപ്പുലേഷൻസും ഒക്കെ ആയിട്ട് നടക്കുന്നവരെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. നമ്മളെപ്പോഴും ട്രസ്റ്റ് വർത്തിനെസ് ചെക്ക് ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണോ. ഈ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പം ഞാനൊരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മോശം കാര്യങ്ങൾ എന്തായാലും ആൾക്കാർ പറഞ്ഞിട്ട് ചെയ്യത്തില്ല. നമ്മൾ എപ്പോഴും നോക്കുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണോ, ചെയ്യാതിരിക്കുന്നതാണോ, പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുന്നവരാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരാളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ആക്ഷനിൽ മാത്രം നോക്കി ട്രസ്റ്റ് ചെയ്യുക, വേർഡ്സിൽ ട്രസ്റ്റ് ചെയ്ത് ഒരു വ്യക്തികളെയും വേർഡ്സിൽ ട്രസ്റ്റ് ചെയ്ത്, അതിന് പരസ്യങ്ങളായാൽ പോലും പരസ്യങ്ങളോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ വന്നോ ഇതൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരുടെ ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക, അവരെങ്ങനെയാണ് അവരുടെ ആക്ഷനിൽ അവർ വരുന്നതെന്ന് നോക്കിയിട്ട് മാത്രമേ അവരെ ട്രസ്റ്റ് ചെയ്യും. ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടെ ഉള്ളവരെ അങ്ങനെ ചെയ്യാവൂ. എങ്കിലേ നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഒരു സമൂഹം തന്നെ ഉണ്ട്. ഓരോ വ്യക്തികളും ഒതന്റിക് ആകുമ്പോഴാണ് നമ്മുടെ സമൂഹവും ഒതന്റിക് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്ലൈൻഡ് ട്രസ്റ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ജീവിക്കാൻ പാടില്ല. അടുത്തതെന്ന് പറയുന്ന ബ്ലൈൻഡ് ഹോപ്പ്. അങ്ങ് ഹോപ്പാണ്. ഹോപ്പിന് ഒരു എവിഡൻസും ഇല്ല, ഒരു വാല്യുബിൾ ആയിട്ട് ഒതന്റിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒന്നും പറയാനില്ല. നമ്മളൊക്കെ ഹോപ്പ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടാണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇപ്പൊ നമുക്കൊരു സുഖമില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങിച്ചിട്ട് ഹോപ്പ് ഇറ്റ് വിൽ ബി ക്യൂർഡ് ഇൻ 2 days or 3 days. ആ അസുഖം അങ്ങ് മാറും, 2-3 ദിവസം കൊണ്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ നമ്മൾ വീട്ടിലിരിക്കുന്നത് നമുക്ക് തോന്നും ഓക്കെ ഇതൊരു ചെറിയ ഇതാണ്, കുറച്ച് ഇപ്പൊ നമുക്കൊരു ജലദോഷം വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്നിച്ചിരി ആവി കൊണ്ട് ഒരു വിക്സ് എടുത്ത് അല്ലെങ്കിൽ നമ്മളൊരു ചുക്ക് കാപ്പി കുടിച്ച് ഇതങ്ങ് പോകും എന്നുള്ളതൊക്കെ ഹോപ്പാണ്. അവിടെ നമ്മളൊരു ആക്ഷനിലേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതെങ്ങനെയാ പോകുന്നത്. ഇനി അഥവാ പോയില്ലെങ്കിൽ ഓക്കെ ലെറ്റ് മീ ഗോ ടു ഹോസ്പിറ്റൽ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നമ്മളൊരു ഹോപ്പിലേക്ക് വെക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാ ഹോപ്പുകളും. അല്ലാതെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എല്ലാം ശരിയാവും കുറെ പ്രാർത്ഥിച്ചാൽ മതി എല്ലാം മാറും. നമ്മളേക്ക് ഹോപ്പ് വെക്കുമ്പോൾ പഠിക്കാത്ത ഒരു കുട്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാർക്ക്, അതൊന്നും വലിയ കാര്യങ്ങളല്ല. നമ്മൾ പഠിച്ചതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചാൻസ് കൺട്രോളിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ബ്ലൈൻഡ് ഹോപ്പല്ല. ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ബ്ലൈൻഡ് ഹോപ്പ് ഒരിക്കലും നമ്മൾ ലൈഫിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അടുത്തത് ബ്ലൈൻഡ് ലവ് എന്ന് പറയുന്നത് അത് അയാൾക്ക് ശരിക്കും നമ്മളോട് ലവ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ലവില് നമുക്ക് നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നത്, നമുക്ക് പ്രശ്നങ്ങളാണോ വരുന്നേ, അതൊരു നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ആയിട്ട് ഇതെന്റെ ഒബ്സസീവ് ഫീലിംഗ് ആണോ, ഇതൊന്നും ചെക്ക് ചെയ്യാതെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ലവിലേക്ക് നമ്മളിങ്ങനെ കയറും. എന്നിട്ട് അതിന് എന്തുകൊണ്ടാണ് ലവ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാതെ നമ്മുടെ ചില ഫിയേഴ്സ് ആണ് നമ്മളെ ചിലപ്പോൾ ആ ഒരു ബ്ലൈൻഡ് ലവിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ എപ്പോഴും ലവ് എന്ന് പറയുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ലവ് മെറ്റീരിയലിസ്റ്റിക് ആണോ എന്നാണ് നോക്കേണ്ടത്. ഇഫ് ദ ലവ് ഇസ് മെറ്റീരിയലിസ്റ്റിക്, നെവർ ഫോൾ ഫോർ ലവ്. അതായത് മെറ്റീരിയലിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയും ലവ് മെറ്റീരിയലിസ്റ്റിക് അല്ല, അതുകൊണ്ട് നീ എല്ലാം ഇങ്ങോട്ട് തരണം. മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തതുകൊണ്ട് നിന്റെ പൈസ നിന്റെ സ്വർണ്ണം എല്ലാം ഇങ്ങോട്ട് തന്നു, ലവ് മെറ്റീരിയലിസ്റ്റിക് അല്ല എന്നാണ് പലരും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ അഡ്വാൻറ്റേജ് എടുക്കും നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ വിചാരിക്കും ലവ് മെറ്റീരിയലിസ്റ്റിക് അല്ലല്ലോ, അപ്പൊ മുഴുവൻ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലവ് മെറ്റീരിയലിസ്റ്റിക് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾ എൻ്റെ നിന്ന് മെറ്റീരിയലിസ്റ്റിക്സ് ചോദിക്കില്ല.
എന്നോടുള്ള ലവ് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അയാൾക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള മെറ്റീരിയൽസ് തിങ് ഒന്നും വേണ്ട. അയാൾ നമ്മുടെ അടുത്തുനിന്ന് അങ്ങനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ലവ് മെറ്റീരിയൽസ് തിങ്സ്, നീ അപ്പം മെറ്റീരിയൽസ് തിങ്സിനാണോ വാല്യൂ കൊടുക്കുന്നേ, നമ്മുടെ ലവിനല്ല, ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പം അവിടെ തന്നെ നമ്മൾ നോക്കണം. നമ്മുടെ ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള, നമുക്ക് വേറൊരാളുടെ സ്നേഹമാണെങ്കിൽ നമ്മൾ ഈ അബ്യൂസിനൊന്നും കയറാതെ അയാളെ സ്നേഹിച്ചൂടെ? ഞാനിപ്പോൾ പറയാം, എനിക്ക് അവരോട് നല്ല സ്നേഹമാണ്, പക്ഷെ എനിക്ക് എന്നോട് ആദ്യമേ സ്നേഹം വരണം. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട്, ഉപദ്രവിക്കുന്ന ഒരാളെ എനിക്ക് ദൂരെ നിന്ന് സ്നേഹിക്കാം, ഞാൻ നല്ലതായിട്ടിരുന്നുള്ളൂ, ജീവിതമൊക്കെ നന്നായി പോകുന്നില്ല, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നല്ല കാര്യം. പക്ഷേ നമ്മുടെ കൂടത്തിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ഡാമേജ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അടുത്തതെന്ന് പറയുന്നത് ബ്ലൈൻഡ് ബിലീഫാണ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയേണ്ടത്. ബ്ലൈൻഡ് ബിലീഫ് എന്ന് പറയുന്നത്, നമ്മൾക്ക് പല ആളുകൾ പല സമയത്ത് നമ്മുടെ തലയ്ക്കകത്തേക്ക് പല കാര്യങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ ഈസ് കോൺസ്റ്റന്റ്ലി അണ്ടർ കൺസ്ട്രക്ഷൻ. പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുമ്പോൾ പുതിയ പാത്വേസ് ഉണ്ടാകുന്നു, ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകുന്നു, സിനാപ്സസ് ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി കൺസ്ട്രക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്താൽ മാത്രം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പഴയ ബിലീവ്സ്, നമുക്ക് പ്രയോജനം തരാത്ത ബിലീവ്സുകളുണ്ട് നമ്മുടെ തലയ്ക്കകത്ത്. അത് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആ ബിലീവ്സിനെയും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറയുകയാണ് സ്ത്രീകള് എപ്പോഴും എന്താ പറയാ മുമ്പോട്ട് വരാൻ പാടില്ല, അവർ പൈസ കൈകാര്യം ചെയ്യാൻ പാടില്ല, സ്ത്രീകളല്ല കുടുംബത്ത് പൈസ കൈകാര്യം. ഇതൊരു ബ്ലൈൻഡ് ബിലീഫാണ്. അത് എന്തുകൊണ്ടെന്ന് നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. വൈ എന്നുള്ള ക്വസ്റ്റ്യനിങ്ങേ ഇല്ല. അപ്പൊ അവർ സമ്പാദിക്കുന്നത് പോലും നമ്മുടെ കയ്യിൽ വെച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് മറ്റേ ആരാണോ ആണുങ്ങളുള്ള അവരുടെ കൈ കൊടുത്തേക്കണം. അപ്പൊ ഇതെല്ലാം ബ്ലൈൻഡ് ബിലീവ്സ് ആണ്. അപ്പൊ നമ്മൾ അതിനെയെല്ലാം നോക്കിയിട്ട് ഏതാണ് റൈറ്റ് ആയിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ മാറ്റി ചെയ്യാനായിട്ട് നമുക്ക് ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് നമ്മൾ കാണുന്ന ബ്ലൈൻഡ് ആക്ഷൻ ആണ്. ബ്ലൈൻഡ് ആക്ഷൻ, ഒന്നും ചിന്തിക്കാതെ, വരും വരായികൾ ഒന്നും അറിയാതെ, ഒരു കോൺസിക്വൻസിനെ പറ്റിയും ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പലപ്പോഴും നമ്മുടെ ഗട്ട് ഫീലിംഗ് നമ്മളോട് പറയുന്നുണ്ടായിരിക്കാം, അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ പല ഇഷ്യൂസും ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയേണ്ട കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ബ്ലൈൻഡ് ഫെയ്ത്ത്. ഭയങ്കരമായിട്ടുള്ള അടിയുറച്ച വിശ്വാസം പല കാര്യങ്ങളിലും. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കത്തില്ല. അതിൻ്റെ മുകളിൽ എത്ര പേരുടെ ജീവിതം പോകുന്നു, എത്ര പേരുടെ ജീവൻ പോകുന്നു, എത്രമാത്രം സ്നേഹിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്നു. നമ്മൾ ഹോണർ കില്ലിംഗ് ഒക്കെ വരുന്നതും ബ്ലൈൻഡ് ഫെയ്ത്തുകളിൽ നിന്ന് വരുന്നതാണ് ഹോണർ കില്ലിംഗ് എല്ലാം. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മളുടെ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് വെളിച്ചം വരണം. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കാഴ്ചയുള്ളവരായി തീരണം. കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണിന് മാത്രം കാഴ്ചയുള്ളവരല്ല, നമ്മുടെ ഉൾക്കാഴ്ചകളുള്ള, വളരെ നല്ല രീതിയിൽ ജീവിതത്തെ മനസ്സിലാക്കാനും അറിയാനും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകാനും, കണ്ണ് തുറന്നവയെ കണ്ട് 5 സെൻസസിലൂടെ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ചെന്ന് അത് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് നല്ല രീതിയിലുള്ള ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള എലിമെന്റ്സിനെ എല്ലാം നമ്മൾ മാറ്റുമ്പോൾ തന്നെ നമുക്ക് കാഴ്ച വരും. നമുക്ക് ഇന്റേണലി നല്ലൊരു ലെൻസ് ഫോം ചെയ്യും, ക്ലാരിറ്റി ഉള്ള, കാണാൻ പറ്റുന്ന ആ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അബ്യൂസസ് എന്നും ഈ വിക്ടിമൈസേഷൻസും ഒക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ സാധാരണ തെറാപ്പിയിലൊക്കെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ പുതിയ ബുക്ക് ഇറങ്ങുന്ന തെറാപ്പിയിലെല്ലാം ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുമ്പോൾ ജീവിതം മനോഹരമാവുന്നു, വിക്ടിമൈസേഷൻ വരാതിരിക്കുന്നു. എപ്പോഴും നമ്മൾ പറയും, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, അബ്യൂസിൽ ഒരു കാരണവശാലും നിങ്ങൾ സറണ്ടർ ആകാൻ പാടില്ല. അബ്യൂസ് നമ്മുടെ ലൈഫിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റണം. ഹേർട്ട് കിട്ടുക, നമ്മളൊരു നോ പറഞ്ഞാലൊക്കെ ഹേർട്ട് കിട്ടും, ദാറ്റ് ഇസ് ഫൈൻ. അപ്പം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും നല്ല പീസ്ഫുൾ, ഹാപ്പി, പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.